ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് വൈകുന്നേരവും നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരിപ്പാനായിട്ട് കാലാവസ്ഥ നമുക്ക് ഇത്രയും പ്രതികൂലമാണെങ്കിലും ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഏകദേശം 5 മാസത്തോളമായി നാം യോശുവയുടെ പുസ്തകം പഠിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. എനിക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ വളരെ നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അവസാനത്തെ 2 അധ്യായങ്ങളായിരുന്നു നമ്മൾ ചിന്തിച്ചത്. യോശുവയുടെ അന്ത്യ സന്ദേശം, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ താൻ കൊടുത്ത അന്ത്യ സന്ദേശങ്ങളായിരുന്നു നമ്മൾ കേട്ടതും പഠിച്ചതും. അവിടെയൊക്കെ ദൈവത്തിൻ്റെ വിശ്വസ്തത അവരെ ഓർമ്മിപ്പിച്ച് ഇനി അവർ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അവർ ഓർപ്പിച്ചു. ഈ ദൈവം, നിങ്ങളെ നടത്തിയ ദൈവം എത്രമാത്രം വിശ്വസ്തനാണെന്നുള്ള കാര്യം അവരെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി. ഇനി നിങ്ങൾ തീരുമാനിക്കണം, ഈ ദൈവത്തെ തന്നെയാണോ വേണ്ടത്, അതോ ഞങ്ങൾ മിസ്രൈമിൽ ഭജിച്ചു പോകുന്ന ആ ദൈവങ്ങളാണോ, വിഗ്രഹങ്ങളാണോ, അന്യ ദൈവങ്ങളെയാണോ നിങ്ങൾ വേണ്ടത്? പക്ഷേ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. യോശുവയുടെ ആ പ്രഖ്യാപനം, ആ പ്രസ്താവന എത്ര വിലയേറിയതായിരുന്നു, തൻ്റെ ആ കർത്താവിലുള്ള കോൺഫിഡൻസ് എത്രമാത്രം വലുതായിരുന്നു എന്ന് നാം കാണുകയുണ്ടായി. ഇന്ന് ഇത് അവസാനിക്കുന്നതിന് മുമ്പ് യോശുവ എന്ന പുരുഷനെക്കുറിച്ച്, അല്ലെങ്കിൽ ദ മാൻ ജോഷുവ, അവൻ ആരായിരുന്നു, അവൻ്റെ ഗുണങ്ങൾ, പ്രത്യേക ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു വ്യക്തിയെ പഠനം എന്നുള്ള നിലയിൽ യോശുവയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചിട്ട് ഈ പഠനം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം യോശുവ ആയിരുന്നു ആ ഇസ്രായേൽ ജനത്തെ നടത്തിയിരുന്നത് എന്നുള്ളത് ശരിയാണെങ്കിലും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ദൈവമായിരുന്നു എന്നുള്ള കാര്യം നാം കാണുകയുണ്ടായി. എന്നാൽ യോശുവയെ ആ കാര്യത്തിലേക്ക് ഒരുക്കി കൊണ്ടുവന്ന ദൈവം, ഞാൻ എൻ്റെ ശ്രദ്ധ അതിലേക്കായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ദൈവം ഓരോ കാലത്തും ഓരോ വ്യക്തികളെ തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നു, അവരെ രൂപപ്പെടുത്തിയെടുക്കുന്നു. നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. നമ്മളാരും യാദൃച്ഛികമായിട്ട് ഇവിടെ കടന്നു വന്നവരല്ല, അല്ലെങ്കിൽ നമ്മളെ ഓരോ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നതിനും ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ കാര്യപരിപാടികളിൽ നമുക്കൊക്കെ പങ്കുണ്ട്. യോശുവ ജനിച്ചപ്പോൾ നമ്മൾ യോശുവയെക്കുറിച്ച് അറിയപ്പെടുന്നത് നൂൻ്റെ മകനായ യോശുവ എന്നുള്ളതാണ്. ആസ് എ സൺ, അല്ലെങ്കിൽ ഒരു മകൻ എന്ന നിലയിൽ ആ മാതാപിതാക്കൾ അവന് ഹോശേയ എന്ന പേരിട്ടപ്പോൾ തന്നെ അവർക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അവർ ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി ദൈവസേനയിൽ എത്തിയിരുന്നു എന്ന് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം മോശയോട് പറയുമ്പോൾ, മോശയെ വിളിക്കുമ്പോൾ യഹോവ അത് അരുളി ചെയ്യുന്നുണ്ട്. ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി എൻ്റെ സേനയിൽ എത്തുന്നു, അവർക്കൊരു വിടുതൽ കിട്ടുമെന്നുള്ള വലിയ പ്രത്യാശ, ദൈവിക വാഗ്ദത്തങ്ങളുള്ള വിശ്വാസമുള്ള ഒരു മാതാപിതാക്കളായിരുന്നു യോശുവയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് രക്ഷ എന്നുള്ള അർത്ഥം വരുന്ന ഹോശേയ എന്ന് യോശുവയ്ക്ക് പേര് കൊടുത്തു തന്നെ. അത് നമ്മൾക്ക് വളരെ അർത്ഥവത്തായ പേരുകളാണ്. ഓരോ പേരുകൾക്കും നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിലയിൽ യോശുവയുടെ ബാല്യകാലം നമുക്ക് ഓർക്കുകയാണെങ്കിൽ, ആദ്യകാലം താൻ ഒരു മകനായിട്ട് ജനിച്ചു വളർന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് മിസ്രൈമ അടിമത്വത്തിലായിരുന്നു അവൻ്റെ വളർച്ച. തൻ്റെ ആദ്യത്തെ കാലഘട്ടം എല്ലാം മിസ്രൈമിൽ ഒരു അടിമയായിട്ടായിരുന്നു താൻ ജീവിച്ചത്. ആ അടിമയിൽ ഉണ്ടായിരുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് താൻ ശരിക്കും അനുഭവിച്ചു. അന്നത്തെ അടിമവേല എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മോശ വന്നപ്പോൾ അതിൻ്റെ കഷ്ടത കുറേയും കൂടി അവർ കൂടുതൽ കഠിനവേല അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവരുടെ യജമാനന്മാർ, അല്ലെങ്കിൽ അവരെ നടത്തിയിരുന്ന അവരുടെ മാസ്റ്റേഴ്സ് ഒക്കെ അവർക്ക് കൂടുതൽ കഠിനവേല കൊടുക്കുകയും അവർക്ക് റിസോഴ്സസ്, അല്ലെങ്കിൽ അവർക്കുള്ള മുതലുകൾ കൊടുക്കാതെ ഇഷ്ടിക ചുടാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിലാണ് യോശുവ വളർന്നു വന്നത്. യോശുവയും ഒരു അടിമയായിരുന്നു ആദ്യത്തിൽ. വളരെ കഷ്ടതയിൽ കൂടിയാണ് യോശുവയെ ദൈവം വളർത്തിക്കൊണ്ടുവന്നത്. നമുക്കറിയാം,
ദൈവത്തിൻ്റെ പാഠശാലയിൽ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂൾസ് അത് പലപ്പോഴും കഷ്ടതയിൽ കൂടെയാണ്. പിന്നീടാണ് മഹത്വം. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും നാം പഠിക്കുന്നുണ്ട്, അവൻ കഷ്ടത ഏറ്റിട്ടാണ് പിൻവരുന്ന അവൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്നത്. യോശുവയെ സംബന്ധിച്ചും ഓരോരുത്തരെ സംബന്ധിച്ചും ദൈവം ആദ്യം അവരെ ഒരുക്കിയെടുക്കുന്നത്, അവൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയെടുക്കുമ്പോൾ അവരെ കടത്തിവിടുന്ന പാതകൾ എത്രയോ കഷ്ടതയിൽ കൂടി ആയിരിക്കാം. പലപ്പോഴും അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല, എന്നാൽ പിന്നീട് അത് മനസ്സിലാകുകയും ചെയ്യും. ആ നിലയിൽ നമുക്ക് യോശുവ എന്ന പുരുഷനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യോശുവയുടെ വ്യക്തിത്വവും സ്വഭാവവും നമുക്കറിയാം, യാതൊരു കളങ്കവും തീണ്ടാത്ത ഒരു വ്യക്തിയായിരുന്നു. ഒരു നിസ്തുല്യമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു താൻ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യോശുവയുടെ ചരിത്രം യോശുവയുടെ പുസ്തകത്തിലൂടെ പഠിക്കുമ്പോൾ യോശുവ എന്ന വ്യക്തിത്വത്തെ എടുത്ത് കാണിക്കാൻ അവൻ്റെ മഹത്വം ആണ് കൂടുതലായിട്ട് എടുത്ത് കാണുന്നത്, അവൻ്റെ സ്വഭാവ മഹിമയേക്കാൾ കൂടുതലായിട്ട്. ആ നിലയ്ക്ക് യോശുവയുടെ സ്വഭാവം എന്ന് പറയുന്നതിലേറെ യോശുവയുടെ മഹത്വം എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടെ നല്ലത് അല്ലെങ്കിൽ ഭേദം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. യോശുവയുടെ കാലത്തെ സംഭവങ്ങളിലും പ്രവൃത്തികളിലും യോശുവയുടെ മഹത്വം ശരിക്കും അത് ഇല്ലാതെയായി പോവുകയാണ്, അല്ലെങ്കിൽ മുങ്ങിപ്പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ മഹത്വം അതിൽ കൂടെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അത്രത്തോളം സംഭവ ബഹുലമായിരുന്നു യോശുവയുടെ ജീവിതം. മോശയുടെ ജീവാവസാനം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ യോശുവയുടെ കാലം കഴിഞ്ഞപ്പോൾ മോശയെക്കുറിച്ച് ഒരു പറയുന്ന സാക്ഷ്യവാചകമുണ്ട്. നമുക്കറിയാം, ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. മോശയെക്കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സാക്ഷ്യം: ഇസ്രായേലിൽ പിന്നെ അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്നാണ് മോശയെക്കുറിച്ച് നാം വായിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? യഹോവയെ അഭിമുഖമായിട്ട് നാം മോശയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പുറപ്പാട് പുസ്തകം തൊട്ട് തന്നെ അതിൽ കാണുന്നുണ്ട് ദൈവം മോശയോട് ഇടപെട്ട രീതിയും മോശയ്ക്ക് ദൈവത്തോടുണ്ടായിരുന്ന അടുപ്പവും. ഇത്ര തീക്ഷ്ണതയുള്ള ദൈവം, ഇത്ര വലിയവനായ ദൈവം, ഇത്ര ഭയങ്കരനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനും ദൈവത്തോടു കൂടെ ഒരുമിച്ച് സമയം കഴിപ്പാനും ദൈവത്തോട് അഭിമുഖമായി സംസാരിപ്പാൻ ഒരു മനുഷ്യന് കഴിയുക എന്ന് പറയുന്നത് എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. അത് മോശയ്ക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ഇടയിൽ നിൽക്കുവാൻ, അവർക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ, ദൈവം എടുത്ത പല തീരുമാനങ്ങളും കറക്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. അത്രമാത്രം സ്വാധീനം മോശയ്ക്ക് ദൈവത്തിലുണ്ടായിരുന്നു, ദൈവത്തിന് മോശയിലും ഉണ്ടായിരുന്നു. ആ നിലയിലൊരു സാക്ഷ്യം വ്യക്തമായിട്ട് യോശുവയെക്കുറിച്ച് വായിക്കുന്നില്ല നമ്മൾ പിന്നീട്. എന്നാൽ യോശുവ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും വളരെയധികം അനുഭവിച്ച വ്യക്തിയാണ്. യോശുവയെ യഹോവയുടെ ആലോചന പ്രകാരവും യഹോവയുടെ വാക്കുകൾ പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത്. എന്നാൽ പ്രത്യേകിച്ച് യുദ്ധങ്ങളോടുള്ള ബന്ധത്തിൽ, അമോര്യരോടുള്ള യുദ്ധത്തോടുള്ള ബന്ധത്തിൽ യോശുവയുടെ 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ യോശുവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. നമുക്കറിയാം, യോശുവ ആ സന്ദർഭത്തിൽ കൽപ്പിച്ച കൽപ്പന ഉറപ്പോടുകൂടെ നീ അവിടെ നിൽക്കാൻ, സൂര്യനും ചന്ദ്രനും അത് അനുസരിച്ചു എന്നുള്ളതാണ് അല്ലേ? ദൈവം ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസത്തെ പോലെ വേറൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു സാക്ഷ്യം യോശുവയെക്കുറിച്ച് നമുക്ക് പഠിപ്പാൻ കഴിയുകയില്ല. അതാണ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാര്യം. യോശുവ ഉത്തമ ഭക്തനും നല്ലൊരു ദേശസ്നേഹിയും ഒരു വീരയോദ്ധാവുമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യോശുവയെ ദൈവം തിരഞ്ഞെടുത്ത് മോശയുടെ ആദ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. യോശുവ ആദ്യം യോദ്ധാവായിട്ട് വരുന്ന കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചു. പുറപ്പാട് പുസ്തകത്തിൽ നാം അത് കാണുകയുണ്ടായി. ആദ്യം അമാലേക്യരോടുള്ള യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ് യോശുവ തിരുവചനത്തിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം യോശുവയെ ദർശിക്കുന്നത്. അത് മോശയുടെ കൽപ്പന അങ്ങനെ തന്നെ അനുസരിക്കുന്നവനായിട്ടാണ് യോശുവയെ നാം കാണുന്നത്.
അന്ന് വലിയൊരു വിജയം യോശുവയ്ക്ക് ദൈവം കൊടുത്തു. ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു പുസ്തകത്തിൽ ഇത് എഴുതി വയ്ക്കണം, യോശുവ അത് അറിയണം. അമാലേക്യരോടുള്ള യുദ്ധത്തിൽ കൂടെയുള്ള ജയത്തിൽ കൂടിയാണ് യോശുവയുടെ വളർച്ച, താനൊരു യോദ്ധാവായി തീരുന്നത്. അമാലേക്യർ ആ പാഠം പഠിച്ചതാണ് നമുക്ക്, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അമാലേക്യർ ആരെയാണ് കാണിക്കുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രുവാണ് അത് എന്നുള്ള കാര്യം നമ്മളത് അന്ന് ചിന്തിക്കുകയുണ്ടായി. അന്നു മുതൽ പിന്നീട് മോശയുടെ ശുശ്രൂഷകനായിട്ടായിരുന്നു താൻ ആരംഭിക്കുന്നത്. തനിക്ക് ലഭിച്ച വലിയ ആ സ്വാധീനം, മോശയുടെ ഒരു ബാല്യക്കാരനായിട്ട് പിന്നെ ശുശ്രൂഷകനായിട്ട് മോശയോട് കൂടെ ചേർന്ന് നടക്കുന്ന, മോശയെ തൻ്റെ എന്താ പറയുക കൺകണ്ട ദൈവം പോലെ നേതാവായിട്ട് താൻ അംഗീകരിച്ച് തന്നോട് കൂടെയായിരുന്നു യോശുവയുടെ ആദ്യകാല ജീവിതം മുഴുവനും. ഞാൻ വിചാരിക്കുന്ന ഏകദേശം 40 വർഷത്തോളം താൻ മിസ്രൈമിൽ ഉണ്ടായിരുന്നിരിക്കണം. മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത് താൻ വാസ്തവത്തിൽ മൂത്ത മകനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മിസ്രൈമിൽ വന്ന കടിഞ്ഞൂൽ സംഹാരം തന്നെയും ബാധിക്കാമായിരുന്നു. തനിക്ക് കിട്ടിയ വലിയ വീണ്ടെടുപ്പ്, ആ ബോധം തനിക്ക് തൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് അവൻ അവിടുന്ന് വിടുവിക്കപ്പെട്ടു. ആ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം ചെറുപ്രായത്തിലെ കുടുംബത്തിൽ നിന്ന് തന്നെ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെ പൂർണ്ണ ദൈവഭക്തനാക്കി മാറ്റി. ആ ദൈവത്തിലുള്ള ആശ്രയവും കോൺഫിഡൻസും ഉറപ്പും ഈ ദൈവം തന്നെ പിന്നീട് ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലേക്ക് വരുന്നവരെയും ഒക്കെ നടന്ന വലിയ സംഭവങ്ങളൊക്കെ താൻ നേരിട്ട് കണ്ടതാണ്. മിസ്രൈമിൽ നടന്ന ബാധകൾ ദൈവം എങ്ങനെയാണ് അവരെ അവിടെ നിന്ന് വിടുവിച്ചത് എന്നൊക്കെ തൻ്റെ സ്വന്തം കണ്ണാലെ കണ്ടവനാണ് യോശുവ. ആ അനുഭവങ്ങളൊക്കെ തന്നിൽ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും വർദ്ധിപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളുടെ നേതൃത്വം യഹോവ നൽകിയത് യോശുവയ്ക്കായിരുന്നു നമുക്ക് തോന്നുന്നത് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കളെ കനാനിൽ പ്രവേശിപ്പിക്കുക എന്നത് മോശയുടെ വലിയ അഭിലാഷമായിരുന്നു, തൻ്റെ വലിയ ആഗ്രഹവുമായിരുന്നു. എന്നാൽ ആ സൗമ്യനായ മോശയ്ക്ക് ഒരു നിമിഷത്തെ അനുസരണക്കേട് നിമിത്തം അതിനുള്ള ഭാഗ്യം നഷ്ടമായി. എന്നാൽ അത് നിർവഹിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു യോശുവയായിരുന്നു. നമുക്കറിയാം, ഞാനത് അന്ന് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. മോശ പ്രതിനിധീകരിക്കുന്നത് ന്യായപ്രമാണത്തെയാണ്. ന്യായപ്രമാണം യോർദാൻ്റെ തീരം വരെ എത്തിക്കാനേ കഴിഞ്ഞുള്ളൂ മോശയ്ക്ക്. എന്നാൽ യോശുവയ്ക്കാണ് വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, യോശുവ നമ്മുടെ യോശുവ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് വാഗ്ദത്തത്തിൽ ശരിക്കും രക്ഷ ലഭിക്കുന്നത്. അത് തന്നെയാണല്ലോ യേശുവിൻ്റെ അർത്ഥം തന്നെ. അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവന് യോശുവ അല്ലെങ്കിൽ യേശു എന്ന് പേരിടണം. ഹീബ്രു പേരിൻ്റെ ഗ്രീക്ക് പദമാണല്ലോ യേശു എന്നുള്ളത്. ആ നിലയിൽ യോശുവയ്ക്ക് ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തു, അവസരം കൊടുത്തു. രാജാക്കന്മാരുടെ ചരിത്രം നാം പരിശോധിക്കണം. ദാവീദിന് ആ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, യഹോവയുടെ ആലയം പണിയാനായിട്ട്. എന്നാൽ അത് നടന്നില്ല. നമുക്കറിയാം, താൻ അതിനുള്ള എല്ലാ സ്വരൂപങ്ങളും കൂട്ടിക്കഴിച്ചിരുന്നു, അതിനുള്ള എല്ലാ സാധനങ്ങളും സംഘടിപ്പിച്ചു. വലിയ ഒരുക്കം താൻ യഹോവയുടെ ആലയം പണിയാനായിട്ട് തനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ തൻ്റെ ആഗ്രഹത്തെ ദൈവം തടഞ്ഞു. നാഥാൻ പ്രവാചകനിൽ കൂടെ ആ കാര്യം വ്യക്തമാക്കി കൊടുത്തു. ദാവീദിൻ്റെ രക്തച്ചൊരിച്ചിലായിരുന്നു അതിൻ്റെ കാരണമെന്നും നമുക്ക് മനസ്സിലാക്കാം. ദൈവാലയം പണിയാനുള്ള അനുഗ്രഹം പദവി ലഭിച്ചത് ദാവീദിൻ്റെ മകനായ ശലോമോനാണ്. നാം യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ നേതൃത്വത്തിനുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വളരെ ചുരുക്കമായിട്ട് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ.
അതിലേറ്റവും മുഖ്യമായ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് യോശുവയുടെ അനുസരണമായിരുന്നു. ദൈവത്തോടുള്ള തൻ്റെ അനുസരണം, മോശയോടുള്ള തൻ്റെ അനുസരണം, അത് ഓരോ സ്റ്റേജിലും ഓരോ പടിപടിയായിട്ട് ഉണർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, അനുസരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ആജ്ഞാപിക്കാൻ കഴിയില്ല. അത് നമുക്ക് അറിയുന്ന ഏറ്റവും വലിയ സത്യമാണ്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിലേക്ക് നാം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണം അവന് അനുസരണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവന് മറ്റുള്ളവരോട് അത് ആജ്ഞാപിക്കാൻ കഴിയുകയുള്ളൂ. ഒരു നേതാവ് തികഞ്ഞവനാകുന്നത് അനുസരണത്തിലൂടെയാണ്. യോശുവയിൽ തുടക്കം മുതൽ തന്നെ ആ അനുസരണം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. മോശയുടെ കൽപ്പന അനുസരിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ച പോലെ അമാലേക്യരോട് പോരാടുവാൻ യോശുവയെ മോശ വിളിച്ചപ്പോൾ അത് താൻ പൂർണ്ണ മനസ്സോടെ അനുസരിച്ചു. ആ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തു. നമുക്കറിഞ്ഞൂടാ യോശുവയ്ക്ക് യാതൊരു സൈനിക അനുഭവങ്ങളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഉണ്ടെന്ന്. എന്നാൽ ആദ്യമായിട്ട് താൻ ഈ അമാലേക്യരോട് യുദ്ധം ചെയ്യുവാൻ മോശ കൽപ്പിച്ചപ്പോൾ മോശയുടെ കൽപ്പന അത് പൂർണ്ണമായും താൻ അനുസരിച്ചെന്ന് മാത്രമല്ല, അതിൽ കൂടെ ദൈവം അവന് വിജയം കൊടുക്കുകയും ചെയ്തു. പിന്നീട് നാം കാണുന്നത് മോശയുടെ ശുശ്രൂഷക്കാരനായിട്ടാണ്. ബാല്യക്കാരൻ മോശയെ വിടാതെ തുടർന്നു എന്ന് മാത്രമല്ല, സീനായ് പർവ്വതത്തിൽ ന്യായപ്രമാണം ലഭിക്കാനായിട്ട് മോശ പർവ്വതത്തിൽ കയറുമ്പോൾ കൂടെ യോശുവയും ഉണ്ടായിരുന്നു. ആ ദൈവസേനയിലേക്ക് പോകുവാൻ 40 ദിവസം മോശ ദൈവത്തോടു കൂടെ കഴിയുമ്പോൾ യോശുവ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മോശയുടെ അടുത്തല്ലായിരിക്കാം, അത് താഴെയായിരിക്കും. പിന്നീടാണ് മോശ ഉയരത്തിലേക്ക് തേജസ്സിലേക്ക് കയറി പോകുന്നതായിട്ട് നാം വായിക്കുന്നത്. എന്നാൽ അവിടെ ആ ദൈവിക സാന്നിധ്യം മോശ അനുഭവിക്കുമ്പോൾ തന്നെ അവനെ കാത്തിരിക്കുന്ന ഒരു യോശുവ വളരെ ക്ഷമയോടെ 40 ദിവസം 40 രാവും 40 പകലും ഭക്ഷണമില്ലാതെ തൻ്റെ മാസ്റ്റർ അല്ലെങ്കിൽ തൻ്റെ നേതാവായ മോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു യോശുവയെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. യോശുവയുടെ ജീവിതത്തെ ഏറ്റവും ഉദാത്തമാക്കിയത് ഈ മോശയിൽ കിട്ടിയ ഉപദേശമാണെന്ന് നമുക്കറിയാം. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ യഹോവ ആ ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ യോശുവയോട് പറയുന്ന വാക്കുകളാണ്. 1-ന്റെ 7-ാം വാക്യം. നമ്മളത് വളരെ കാര്യമായിട്ട് അത് പഠിച്ച വാക്യമാണ്. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറരുത്. ഈ കൽപ്പന യോശുവ അക്ഷരം പ്രതി അനുസരിച്ചു. അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയ രഹസ്യമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തോടുള്ള തൻ്റെ പൂർണ്ണ പ്രതിപത്തിയും അനുസരണവും. തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അത് അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല എന്നാണ് യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അതൊന്ന് വായിച്ചേ. നമുക്ക് നന്നായിട്ട് അറിയുന്ന വാക്യമാണ്. പക്ഷേ ആ വാക്യത്തിൽ എടുത്തു പറയുന്ന കാര്യം യോശുവയോട് മോശ കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ ചെയ്തു. എന്തുമാത്രം കർക്കശത്തോടുകൂടെ നിർബന്ധ ബുദ്ധിയോടുകൂടെ അത് വ്യക്തമായി അനുസരിപ്പാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളത് യോശുവയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നു. യോശുവ അനുദിനവും പിന്നീട് ന്യായപ്രമാണം ധ്യാനിക്കുകയും, യോശുവ 1-ന്റെ 8-ാം വാക്യം നമുക്കറിയാലോ. യോശുവയുടെ ദൈവം ആ കാര്യം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ അരുളപ്പാടിനായി കാത്തിരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു യോശുവ എന്ന് തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. താൻ വളരെ പ്രാർത്ഥനാനിരതയായിരുന്നു. 7-ാം അധ്യായത്തിൽ ഹായ് പട്ടണത്തിലെ പരാജയത്തിന് ശേഷം ദൈവസന്നിധിയിൽ വീണ് കിടക്കുന്ന യോശുവയെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കാനായിട്ട് വളരെ വെയിറ്റ് ചെയ്യുന്ന ഒരു
സ്വഭാവമുള്ളവനായിരുന്നു യോശുവ. താൻ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തെന്ന് മാത്രമല്ല, അതിൻ്റെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അത് തന്നെ പിന്തുടരുവാൻ തനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഒരു സൈനാധിപനിൽ ശ്ലാഘിക്കപ്പെടുന്ന ഗുണമാണ് ധൈര്യം. അടുത്ത തൻ്റെ ക്വാളിറ്റിയായിട്ട് ഞാൻ കാണുന്നത് അതാണ്. പ്രത്യേകിച്ച് തന്നെ ഒരു യോദ്ധാവ് എന്ന നിലയ്ക്ക് തനിക്ക് ആ വലിയ ധൈര്യം ഉണ്ടായിരുന്നു. ഭയത്തിൻ്റെയോ ഭീതിയുടെയോ ഒരു അറ്റം പോലും, ഒരു ലാഞ്ചന പോലും തൻ്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നില്ല. തനിക്ക് വളരെ ധൈര്യത്തോടുകൂടെ ശത്രുക്കളെ നേരിടാനും ഇസ്രായേൽ മക്കളെ ഓരോ യുദ്ധങ്ങളും നയിക്കുവാനും തനിക്ക് ആ കർത്താവിലുണ്ടായിരുന്ന, ദൈവത്തിലുണ്ടായിരുന്ന ആശ്രയം തനിക്ക് വലിയ ധൈര്യം നൽകിയിരുന്നു. നാം സദൃശവാക്യങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. നാം ദൈവത്തിൽ എത്രമാത്രം ആശ്രയിക്കുന്നുവോ, നമ്മുടെ ദൈവത്തോടുള്ള ഭക്തി എത്രമാത്രം ഉണ്ടോ, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലും ധൈര്യം നമുക്ക് ലഭിക്കുന്നത്. യഹോവയോടുള്ള ഭക്തി തന്നെയാണ് ഈ ലോകത്തിലും പ്രതിസന്ധികളെ നേരിടുവാൻ നമുക്ക് കിട്ടുന്ന ധൈര്യം. തൻ്റെ വിവേകപൂർണമായ ധൈര്യമായിരുന്നു പല യുദ്ധങ്ങളും നയിപ്പാനും വിജയിക്കുവാനും തനിക്ക് കഴിഞ്ഞത്. ശുശ്രൂഷ ആരംഭത്തിൽ തന്നെ ധൈര്യമുള്ളവനായിരിക്കാൻ യഹോവ യോശുവയോട് 4 പ്രാവശ്യം ആവശ്യപ്പെടുന്ന 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം മോശയിൽ നിന്ന് സ്വീകരിപ്പാൻ താൻ വളരെ ഭയമുള്ളവനായിരുന്നു. കാരണം താൻ നയിക്കാൻ പോകുന്ന ജനത്തിൻ്റെ സ്വഭാവം തനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെങ്ങനെയുള്ള ജനമാണെന്നും അവരെത്രമാത്രം അനുസരണക്കേടും മത്സരമുള്ളവരുമാണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തനിക്ക് വളരെ പ്രയാസമായിരുന്നു. എന്നാൽ യഹോവ അവനെ വന്ന് ധൈര്യപ്പെടുത്തി. ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം ഒരാളെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതിനുള്ള കൃപയും ധൈര്യവും ദൈവം അവന് കൊടുക്കും. അത് കൊടുത്തിട്ടാണ് ദൈവം അവനെ അവൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചാക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. യുദ്ധരംഗത്ത് ഒരിടത്തും യോശുവ പതറിയതായിട്ട് നാം കാണുന്നില്ല. അതുമാത്രമല്ല, താൻ ഭയപ്പെടുകയോ പിന്മാറുകയോ ചെയ്തതായിട്ട് നാം വായിക്കുന്നില്ല. യോശുവയ്ക്ക് നേരിട്ട ഒരേ ഒരു പരാജയം ഹായ് പട്ടണത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. അത് ആഖാന്റെ പാപനിമിത്തമായിരുന്നു എന്ന് നമുക്കറിയാം. അതിനും യോശുവ ധൈര്യം കാണിച്ചു. ആഖാനെ പിടികൂടുന്നതിൽ വളരെ നിഷ്കർഷയോടെ ദൈവത്തിൻ്റെ കൽപ്പന താൻ പ്രമാണിക്കുകയും പിന്നീട് ഹായിയെ കീഴടക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മക്കേദ ഗുഹയിൽ ആ 5 രാജാക്കന്മാരെ യോശുവ തന്നെയാണ് വെട്ടിക്കൊന്നത്. അത് യോശുവയുടെ ധൈര്യത്തിൻ്റെ വേറൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണുകയാണ്. താൻ തന്നെ അവരെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. ആ ഓർത്തുപോലെ യോശുവയ്ക്ക് പരാജയം നേരിട്ടത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഹായ് ആക്രമണത്തിലും ഗിബെയോനിലുള്ള സഖ്യം ചെയ്തതിലും. പ്രാർത്ഥനയോടെ യഹോവയുടെ അരുളപ്പാടിനു വേണ്ടി കാത്തിരിക്കാതെ എടുത്ത 2 തീരുമാനങ്ങളായിരുന്നു അത്. അതിൻ്റെ പരാജയങ്ങൾ താൻ അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള തൻ്റെ എല്ലാ കാര്യങ്ങളിലും താൻ യഹോവയുടെ ആലോചന ചോദിക്കാതെ ഒരു തീരുമാനവും എടുത്തില്ല. യഹോവ കൽപ്പിക്കുന്നതനുസരിച്ച് മാത്രമേ താൻ തുറന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. ഈ പരാജയം യോശുവയെ നിർവീര്യനാക്കിയില്ല. താൻ ഒരിക്കലും ആദ്യം തനിക്ക് വളരെ പ്രയാസം തോന്നി, പിന്നീട് താൻ കൂടുതൽ ശക്തി ആർജിക്കുകയും ദൈവസന്നിധിയിൽ തൻ്റെ പരാജയം ഏറ്റുപറയുകയും ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് പരാജയത്തെ വിജയമാക്കി മാറ്റുകയും ചെയ്തു യോശുവ. പിന്നീട് ലീഡർഷിപ്പിന് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പ്ലാനിങ്. നമുക്കറിയാം, ആസൂത്രണം നേതൃത്വത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. അത് യോശുവയിൽ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാനായിട്ട് കഴിയും. യോശുവയുടെ പ്രവൃത്തികളൊക്കെയും വളരെ ചിട്ടയായും ക്രമമായിട്ടും ആസൂത്രണം ചെയ്യപ്പെട്ടതായിരുന്നു. അത് നമ്മുടെ ഓരോ യുദ്ധങ്ങളിലും താനെടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ കണ്ടതാണ്. ഒരു ദേശം ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ ദേശത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒറ്റുകാരെ അയച്ച് താൻ ശേഖരിക്കുമായിരുന്നു. എന്നിട്ടാണ് അവരെ എങ്ങനെ നേരിടണമെന്ന് താൻ പ്ലാൻ ചെയ്യുന്നത്, ആസൂത്രണം ചെയ്യുന്നത്.
എരിഹോ പട്ടണം പിടിക്കുന്നതിന് മുമ്പ്, ഹായ് പട്ടണം പിടിക്കുന്നതിന് മുമ്പൊക്കെ അവിടെ ഒറ്റുകാരെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ ഒടുവിലത്തെ 7 ഗോത്രങ്ങൾ അവരുടെ ദേശം അവകാശമാക്കുന്ന വിസമിച്ച് അല്ലെങ്കിൽ അതിന് വലിയ താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ അവരെ നിർബന്ധിക്കുന്നു. അവർക്ക് വേണ്ടി ഓരോ ഗോത്രത്തിൽ നിന്നും 3 പേരെ സെലക്ട് ചെയ്ത് താൻ ആ ദേശം മുഴുവനും സർവേ ചെയ്യാനായിട്ട് അവരെ പറഞ്ഞു വിടുന്നതായിട്ട് നാം കണ്ടു. അതും തൻ്റെ പ്ലാനിങ്ങിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ അയച്ച് അവരെ കണ്ടെഴുതി വന്ന് അവർ നൽകിയ റിപ്പോർട്ടിനനുസരിച്ചാണ് ആ നഗരങ്ങളുടെ ഓരോ വിവരങ്ങളും താൻ ശേഖരിച്ചിട്ടാണ് ആ ദേശം ഓരോ ഗോത്രത്തിനും താൻ വിഭാഗിച്ച് നൽകിയത്. കനാൻ ജയം യോശുവയുടെ യുദ്ധതന്ത്രങ്ങളിലെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യോശുവയുടെ പ്ലാനിങ്ങും യോശുവയുടെ അതനുസരിച്ച് താൻ ഉപയോഗിച്ച തന്ത്രങ്ങളും. വാസ്തവത്തിൽ യോശുവയുടെ കീഴിൽ ഇസ്രായേൽ ജനം നടത്തിയത് ഒരു വിശുദ്ധ യുദ്ധമാണ് എന്ന് തന്നെ പറയാം. കാരണം ദൈവത്തിൻ്റെ കാര്യപരിപാടിയായിരുന്നു അത് അവർ നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിന് സൈനിക തന്ത്രവും ആത്മീയ തന്ത്രവും ആവശ്യമായിരുന്നു. കാരണം ഇത് ദൈവത്തിൻ്റെ യുദ്ധമായിരുന്നു അവർ ചെയ്തത്. യോശുവയുടെ യുദ്ധതന്ത്രം നാം പഠിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്നാമതായി യോശുവയുടെ യുദ്ധങ്ങളെല്ലാം പ്രത്യാക്രമണങ്ങളായിരുന്നു. ഒരാക്രമണം പ്രതീക്ഷിക്കുമ്പോൾ ശത്രുവിനെ ആക്രമിക്കാൻ അവസരം കൊടുക്കാതെ താൻ നേരെ അതിനു മുമ്പേ അവർക്ക് അവസരം കിട്ടുന്നതിന് മുമ്പേ അവരെ ആക്രമിക്കുന്ന രീതിയായിരുന്നു യോശുവയുടെ യുദ്ധ രീതി തന്നെ. അത് നമ്മളത് പഠിക്കുമ്പോൾ നാം കണ്ടതാണ്. തന്മൂലം യുദ്ധങ്ങളൊന്നും പ്രതിരോധത്തിലേക്ക് വീഴേണ്ടി വന്നില്ല. രണ്ടാമത് മിന്നലാക്രമണം. പെട്ടെന്നായിരുന്നു തൻ്റെ ആക്രമണങ്ങളെല്ലാം. ശത്രു യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ ശത്രുവിനെ അമ്പരിപ്പിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്ന സ്വഭാവം. അവർ പ്രതീക്ഷിക്കുന്നതിന് നേരത്തെ തന്നെ ആ മിന്നലാക്രമണം നടത്തും. അതിനുവേണ്ടി താൻ ഒരുക്കങ്ങൾ പലതായിരുന്നു. നമുക്കത് കണ്ടതാണ്. രാത്രി തന്നെ അവർ പ്രയാണം ചെയ്യും. വളരെ ദൂരം രാത്രി സൈന്യവുമായിട്ട് യാത്ര ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഗിബെയോനെ നിരോധിച്ച ആ സമയത്ത് അവിടുത്തെ യുദ്ധങ്ങളെ കൊണ്ട് അമോരി രാജാക്കന്മാരുടെ സഖ്യത്തെ യോശുവ കീഴടക്കിയത് അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ദക്ഷിണ കനാൻ അവർ കീഴടക്കിയെന്ന് നാം കാണുകയുണ്ടായി. അതുപോലെ തന്നെ മെരോൻ തടാകത്തിനരികെ നടത്തിയ യുദ്ധം. അങ്ങനെയാണ് ഉത്തര കനാനിയ രാജ്യങ്ങളെല്ലാം താൻ കീഴടക്കിയത്. അതും അവരെ തകർത്തത് മിന്നലാക്രമണത്തോടെയായിരുന്നു. അവർ സഖ്യതൊക്കെ കൂടി ആലോചിച്ച് പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും അവരെ ആക്രമിച്ച് കീഴടക്കിയായിരുന്നു യോശുവയും സംഘവും. യോശുവയുടെ പടജനം അതിനുവേണ്ടി അവർ ടീമുകളായിട്ട് വെവ്വേറെ തിരിഞ്ഞ് ഹായ് പട്ടണത്തോടുള്ള ബന്ധത്തിൽ നാം കണ്ടു. ഒരു കൂട്ടരെ അവരെ വിവിധ ഗ്രൂപ്പുകളാക്കി തരം തിരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. പതിയിരിപ്പ് സംഘങ്ങളുണ്ടായിരുന്നു, അതുപോലെ മുന്നിൽ പോയി ആക്രമിക്കേണ്ടവരുണ്ടായിരുന്നു, അതുപോലെ പിന്നിൽ പതിയിരിപ്പ് സഭകളുണ്ടായിരുന്നു. തൻ്റെ പതിയിരിപ്പ് തന്ത്രം ശത്രുക്കൾക്ക് വലിയൊരു തലവേദനയായിട്ട് തന്നെ മാറി എന്ന് നമുക്കറിയാം. ഹായുടെ ആക്രമണം ഈ തന്ത്രത്തിലൂടെ ആയിരുന്നു എന്ന് നാം കാണുകയുണ്ടായി. അവരാദ്യം വിചാരിച്ചു പണ്ടത്തെ പോലെ തന്നെ ഇവരെ തോറ്റ് ഓടുകയാണെന്ന്. അതേപോലെ ആ തന്ത്രത്തിൽ കൂടെ അവരെ പട്ടണത്തിന് മുഴുവനും പുറത്താക്കുവാനായിട്ട് യോശുവയ്ക്ക് കഴിഞ്ഞു. രാത്രി പതിയിരിപ്പുകാരെ തയ്യാറാക്കി പരാജയം നടിച്ച് പലായനം ചെയ്ത യോശുവയുടെ സൈന്യത്തെ വാസ്തവത്തിലുള്ള കെണി മനസ്സിലാക്കാതെ നഗരത്തിലുള്ള എല്ലാ ജനവും അവരെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നീടാണ് പതിയിരുപ്പർ കയറി നഗരത്തെ പിടിക്കുന്നതും തീയിടുന്നതും നാം കാണുന്നത്. വേറൊരു തന്ത്രം ശത്രുക്കളെ തങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങി വരാതെ തടയുകയായിരുന്നു യോശുവയുടെ വേറെ തന്ത്രം. പരാജിത സൈന്യത്തിൻ്റെ ശേഷിപ്പ് സ്വന്തം പട്ടണത്തിലേക്ക് മടങ്ങി വരാതെ അവർക്ക് പ്രതിരോധം സൃഷ്ടിക്കുവാൻ, അവരെ വഴിയിൽ വെച്ച് തന്നെ നശിപ്പിക്കുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ ആ പട്ടണങ്ങളൊക്കെ പിടിച്ചെടുക്കുവാൻ യോശുവയ്ക്ക് സാധിച്ചു. യോശുവയുടെ യുദ്ധതന്ത്രങ്ങളെ പോലെ തന്നെയായിരുന്നു യോശുവയുടെ ആത്മീയ തന്ത്രങ്ങളും. അത് നാം പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമത്, യഹോവയോട് ചോദിക്കാതെ യോശുവ ഒരു കാര്യവും ചെയ്യുകയില്ലായിരുന്നു. യഹോവയുടെ ആലോചന പ്രകാരം മാത്രമേ താൻ ചെയ്തിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, യോശുവയ്ക്ക് പറ്റിയ 2 തെറ്റ് ഈ 2 കാര്യങ്ങളിലാണ്. ഹായിയുടെ ആക്രമണത്തിലും
ഗിബെയോന്യരോട് ചെയ്ത സഖ്യത്തിലും. പിന്നീട് തൻ്റെ ആത്മീയ തന്ത്രമായിട്ട് ഞാൻ കാണുന്നത് തൻ്റെ വിശ്വസ്തതയായിരുന്നു. യഹോവയോട് മാത്രമല്ല, മനുഷ്യരോടും യോശുവ വിശ്വസ്തത കാണിച്ചു. യഹോവയുടെ കൽപ്പന അനുസരിച്ചാണ് യോശുവ യുദ്ധം ചെയ്ത് കനാന്യരെ നശിപ്പിച്ചതും. മനുഷ്യരോട് ചെയ്ത ഉടമ്പടിയിലും താൻ യോശുവ വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് രാഹാബിനോടുള്ള ബന്ധത്തിൽ ഒറ്റുകാർ രാഹാബിനോട് ചെയ്ത വാഗ്ദത്തം യോശുവ നിറവേറ്റി. ഉടനെ തന്നെ അവരെയും അവരുടെ വീട്ടിലുള്ളവരെ എല്ലാവരെയും അവിടുന്ന് രക്ഷിക്കുവാൻ യോശുവ മുൻകൈ എടുത്ത് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വഞ്ചകരായി തീർന്ന, ശരിക്കും വഞ്ചനയാലാണ് ഗിബെയോന്യർ അവരോട് യോശുവയായിട്ട് സഖ്യത ചെയ്യുന്നത്. എങ്കിലും യോശുവ അവർക്ക് വേണ്ടിയും യുദ്ധം ചെയ്ത് അവരുടെ കൂടെ നിലനിന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. താൻ അവരോട് ചെയ്ത സഖ്യത വിശ്വസ്തയോടെ കാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് യോശുവയുടെ ജീവിതത്തിൽ താൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം, തൻ്റെ എല്ലാ കാര്യത്തിലും ദൈവത്തിനായിരുന്നു താൻ മഹത്വം കൊടുത്തിരുന്നത്. താൻ ഒരിക്കലും വിജയങ്ങളൊന്നും തൻ്റേതായി താൻ കണ്ടില്ല. എനിക്കറിയാം, തൻ്റേതല്ല ഈ വിജയങ്ങളൊന്നും. യഹോവയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്നും യഹോവയാണ് അവർക്ക് വിജയം കൊടുക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യം ഈ നേതാവിനുണ്ടായിരുന്നു. അത് തന്നെ തൻ്റെ ഏറ്റവും വലിയ വിജയവുമായിരുന്നു. മോശയുടെ ശുശ്രൂഷകനായിരുന്ന കാലത്ത് മോശയുടെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു യോശുവ നിന്നിരുന്നത്. നമുക്കറിയാം, കൂടാരത്തിൽ വേറെ 2 പേർ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ മോശയുടെ അടുത്ത് പോയി അവരെ തടയണമേ എന്ന് പറഞ്ഞു. കാരണം മോശയ്ക്ക് കിട്ടുന്ന പ്രാധാന്യം മറ്റവരെടുക്കുമോ എന്ന് തൻ്റെ ഭയമായിരുന്നു. ആദ്യകാലമൊക്കെയും താൻ മോശയുടെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച മോശയുടെ ശുശ്രൂഷകനായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ ദൈവമഹത്വമാണ് തൻ്റെ ലക്ഷ്യം, ഏക ലക്ഷ്യം. അത് യോശുവയ്ക്ക് പരമപ്രധാനമായ കാര്യമായിരുന്നു. ഇസ്രായേൽ മക്കൾ യോർദാൻ നദി കടന്നപ്പോൾ അവിടെ വെച്ച് തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന യോശുവയെ നമുക്ക് കാണാനായിട്ട് കഴിയും. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും എന്ന് ഇസ്രായേൽ ജനത്തോട് വളരെ എടുത്തു പറയുന്ന യോശുവയെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങിയപ്പോൾ യോശുവ എടുത്ത 12 കല്ലുകൾ അവിടെ ആ ഗിൽഗാലിൽ നാട്ടിയ ശേഷം യോശുവ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന്. 4-ാം അധ്യായം 23-ാം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. എല്ലാ സംഭവങ്ങൾക്കും യോഗ്യം യോശുവ ശരിക്കും യഹോവയ്ക്ക് മഹത്വം നൽകിയായിരുന്നു. 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 11-ന്റെ 8-ലും 13-ാം അധ്യായത്തിൻ്റെ 6-ലും 18-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയിലും പഠിച്ചു. 21-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് ഈ കാര്യങ്ങൾ കാണാം. ശത്രുവിനെ കീഴടക്കി സ്വന്തം ജനത്തിന് ദേശം നൽകിയത് വാസ്തവത്തിൽ യഹോവയാണെന്നുള്ള ബോധം, അറിവ് ശരിക്കും യോശുവയെ ഭരിച്ചിരുന്നു. അതിനാൽ മഹത്വപ്പെടുത്തേണ്ടത് അവൻ്റെ നാമമാണ് എന്നുള്ള ബോധ്യം യോശുവയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യോശുവ ഒരിക്കലും തൻ്റെ മഹത്വമല്ല, ദൈവമഹത്വമാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തത് എന്ന് നമുക്ക് കാണാം. യോശുവയിൽ നമുക്ക് മോശയുടെ ഒരു 2ാം പരിവേഷം ശരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. യഹോവ മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ യോശുവയോട് കൂടെയും ഇരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ജനം മോശയെ അനുസരിച്ചതുപോലെ തന്നെ യോശുവയെയും അനുസരിച്ചു. അവരത് അനുസരിച്ച് കൊള്ളാവുന്ന അവർക്ക് വാക്ക് കൊടുക്കുകയും തന്നെ ചെയ്തു. 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ജനം അത്ഭുതകരമായിട്ട് യോർദാൻ കടക്കുന്നതിന് മുമ്പായി യോശുവ ജനത്തെ ശുദ്ധീകരിച്ചു. ദൈവത്തിൻ്റെ പ്രത്യക്ഷയ്ക്ക് മുമ്പ് മോശ ഇസ്രായേൽ മക്കളെ ശുദ്ധീകരിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. യഹോവ മോശയെ വലിയവനാക്കിയതുപോലെ തന്നെ എല്ലാ ഇസ്രായേലിൻ്റെ മുമ്പാകെ യോശുവയെയും ദൈവം വലിയവനാക്കി. 1-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. പിന്നെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും നാം അത് കാണാം. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യവും 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും. അത്ഭുതകരമായി യോർദാൻ കടന്നതിന് ശേഷം മോശയോടുള്ള ബന്ധത്തിൽ നമുക്കത് കാണാം. അത് ചെങ്കടൽ കടന്നതിന് ശേഷമായിരുന്നു. ആ പല നിലകളിലും യോശുവയും മോശയും തമ്മിൽ വലിയ സാമ്യം അവരുടെ ശുശ്രൂഷകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതുപോലെ തന്നെ യോർദാനിലെ വെള്ളം പാർട്ടീഷൻ ചെയ്ത് അവരും ഉണങ്ങിയ നിലത്തിൽ കൂടെ തന്നെ കടന്നുപോയ കാര്യം
നമുക്ക് കാണാനായിട്ട് കഴിയും. യെരിഹോവിന് സമീപേ യോശുവയ്ക്ക് യഹോവയുടെ സൈന്യാധിപൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച സംസാരം അതുപോലെ തന്നെയായിരുന്നു മോശയോടുള്ള ബന്ധത്തിലും മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. ആ നിലയിൽ അനേക സാമ്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്ത് യോശുവയോടും മോശയോടും കൂടെ പഠിക്കാനായിട്ട് സാധിക്കും. മോശയെ പോലെ തന്നെ യോശുവയും ന്യായപ്രമാണം കല്ലുകളിൽ എഴുതി വെച്ച കാര്യം നമുക്കറിയാമല്ലോ. യഹോവ മോശയുടെ അപേക്ഷ കേട്ടതുപോലെ തന്നെ യഹോവ യോശുവയുടെയും അപേക്ഷ കേട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉടമ്പടി പുതുക്കലിന് വേണ്ടിയിട്ട് ശേഖേമിലേക്ക് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയി ഇസ്രായേൽ ചരിത്രത്തിലെ എല്ലാ കാര്യങ്ങളും സംക്ഷിപ്ത രൂപം അവിടെ യോശുവ അവർക്ക് നൽകുന്നുണ്ട്. യോർദാന് കിഴക്ക് മരുഭൂമിയിൽ വെച്ച് മോശയും ഇതേ കാര്യം ചെയ്തതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. ആ നിലയിൽ വലിയ ഒരു സമാന്തരം നമുക്ക് മോശയുടെ ശുശ്രൂഷയിലും മോശ ചെയ്ത കാര്യങ്ങളിലും യോശുവ ചെയ്ത കാര്യങ്ങളിലും പഠിക്കാനായിട്ട് കഴിയും. യഹോവയുടെ ആത്മാവുള്ള ഒരു പുരുഷനായിട്ട് യോശുവയെ നമുക്ക് ചിത്രീകരിക്കുന്നതായിട്ട് കാണാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെയൊക്കെ യോശുവയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് അവിടെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യോശുവയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അനേക തലക്കെട്ട് കൊടുത്ത് നമുക്ക് യോശുവയുടെ ചരിത്രം പഠിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞതുപോലെ താനൊരു ബാലനായിരുന്നപ്പോൾ, പിന്നീട് ഒരു അടിമയായിരുന്നപ്പോൾ, പിന്നെ തുടർന്ന് മോശയുടെ ശുശ്രൂഷകനായിട്ടിരുന്നപ്പോൾ, തുടർന്ന് വലിയൊരു യോദ്ധാവായിട്ട് നമുക്ക് അവനെ കാണാനായിട്ട് കഴിയും. അതിനു മുമ്പ് താനൊരു ഒറ്റുകാരനായി പോയ കാര്യവും നമുക്കറിയാം. വാസ്തവത്തിൽ അന്ന് കാലേബും യോശുവയും മാത്രമായിരുന്നു ഒരു നല്ല റിപ്പോർട്ട് കൊണ്ടുവന്നത്. എന്നാൽ ആ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും ഭൂരിപക്ഷം പേർക്കും ഉണ്ടായിരുന്നില്ല. അന്ന് അവർ യോശുവയുടെയും കാലേബിൻ്റെയും വാക്ക് കേട്ടിരുന്നെങ്കിൽ അവർക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാനും അനേക നാളുകൾ കൂടി വാഗ്ദത്ത നാട്ടിലെ അനുഗ്രഹം പ്രാപിക്കാനും കഴിയുമായിരുന്നു. എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം, ദൈവത്തിലുള്ള അവരുടെ അവിശ്വാസം നിമിത്തം 40 വർഷം മരുഭൂമിയിൽ ചുറ്റി നടക്കേണ്ടി വന്നു. എന്നാൽ അവിടെയൊന്നും യോശുവയും കാലേബും പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി പിറുപിറുക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി തന്നെത്താൻ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന യോശുവയെ നമുക്കവിടെ കാണാം. ആ 40 വർഷവും അവരോടുകൂടെ നടക്കുന്ന യോശുവ. പിന്നീട് ദൈവത്തിൻ്റെ സമയമായപ്പോൾ, ദൈവത്തിൻ്റെ ആ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ, യോർദാൻ തീരത്ത് മോശ മാറിക്കഴിഞ്ഞപ്പോൾ യോശുവയ്ക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ദൈവം അവനെ ഒരുക്കിയെടുക്കുന്ന, അവനെ മോൾഡ് ചെയ്യുന്ന സന്ദർഭങ്ങളായിരുന്നു ഈ 40 വർഷം എന്നുള്ളത് പിന്നീടാണ് അത് യോശുവയ്ക്ക് മനസ്സിലായതെന്ന് ഞാൻ മനസ്സിലാക്കും. അവസാനം യോശുവയുടെ മരണശേഷം എഴുതി ചെയ്ത ഭാഗങ്ങളിൽ നാം വായിക്കുന്നത് യഹോവയുടെ ദാസനായ യോശുവ എന്ന് തന്നെയാണ്. മോശയെക്കുറിച്ചും അതേ പദവിയാണ് നാം വായിക്കുന്നത്, യഹോവയുടെ ദാസനായ മോശ. ഒരു വിശുദ്ധനായ യോശുവയെ നാം കാണുന്നത് അവൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ആ വിശുദ്ധി അവൻ സൂക്ഷിച്ചു എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു യോശുവ. അതുമാത്രമല്ല, ദൈവിക സാന്നിധ്യം ശരിക്കും ആസ്വദിച്ചവനായിരുന്നു യോശുവ. പിന്നീട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഹൃദയത്തിൽ നിറഞ്ഞു നിന്നവൻ, വസിച്ചവനായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ നിറച്ചും ദൈവത്തിൻ്റെ വചനമായിരുന്നു. കാരണം അത് അവൻ രാപ്പകൽ ധ്യാനിക്കുന്നവനായിരുന്നു. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നവനായിരുന്നു. അതുമാത്രമല്ല,
ഹി വാസ് എവർ ഒബീഡിയൻ ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിന് വേണ്ടി പൂർണ്ണ അനുസരണം കാണിപ്പാൻ എന്നും മനസ്സുള്ളവനായിരുന്നു യോശുവ. അതുകൊണ്ട് തന്നെയാണ് യഹോവയുടെ ദാസനായ യോശുവ എന്ന് വളരെ എടുത്തു പറയുന്നതായിട്ട് നാം കാണുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ കാണുന്ന വേറൊരു കാര്യമാണ് സ്വസ്ഥത എന്നുള്ള പദം. നാം അത് വളരെ പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ യുദ്ധം കഴിഞ്ഞ് ദേശത്തിന് സ്വസ്ഥത വന്നു എന്ന് പല പ്രാവശ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എബ്രായ ലേഖനം 3-4 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം. അതൊരു താൽക്കാലിക സ്വസ്ഥതയായിരുന്നു. എന്നാൽ ശരിയായ സ്വസ്ഥത, ശരിക്ക് നിലനിൽക്കുന്ന സ്വസ്ഥത കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ റെസ്റ്റ് പുതിയ നവ വിശ്വാസികളായ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയാണ്. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് വിളിക്കുന്ന വിളി നമുക്കറിയാമല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ഐ വിൽ ഗീവ് യു റെസ്റ്റ്. അത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ ആശ്വാസമാണ്, അല്ലെങ്കിൽ റെസ്റ്റാണ്. വിശ്വാസത്താൽ നീതിരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച സമാധാനം, ആശ്വാസം, അതാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ആദ്യം കഴിക്കുന്നത്. പിന്നീട് കർത്താവ് പറഞ്ഞു, എന്നോട് ചേർന്ന് എൻ്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നത്? യു വിൽ ഫൈൻഡ് റെസ്റ്റ്. നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. അത് കണ്ടെത്തേണ്ട ആശ്വാസമാണ്. ദൈവം തരുന്ന ആശ്വാസം ആദ്യത്തെ ആശ്വാസമാണ്. പിന്നീടുള്ള ആശ്വാസം ശിഷ്യത്വത്തിൻ്റെ പാത, അല്ലെങ്കിൽ അവനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് അവന് കീഴ്പ്പെട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ കൂടെ മുന്നേറുമ്പോൾ നമുക്ക് കണ്ടെത്തുന്ന, നമ്മൾ ആസ്വദിക്കുന്ന ആശ്വാസം, റെസ്റ്റ്. അത് അനുഭവിക്കാനാണ് കർത്താവ് ഇന്നും നമ്മളെയും കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനിൽ ആശ്വാസം കണ്ടെത്തിയ ഓരോ വ്യക്തികളും അവനിൽ കണ്ടെത്തേണ്ട ആശ്വാസം അത് എത്രമാത്രം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, അതിന് നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ പാത വളരെ വിലയേറിയതാണ്. യോശുവയുടെ ജീവിതത്തിൽ യോശുവ എന്തുമാത്രം ദൈവത്തോട് അടുത്തിരുന്നുവോ അതുകൊണ്ട് തന്നെ അത് അവന് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. യോശുവ നമുക്ക് തരുന്ന മെസ്സേജ്, അല്ലെങ്കിൽ പ്രായോഗിക സന്ദേശം, ദൈവജനം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് അവന് വിജയം ലഭിക്കാനായിട്ട് കഴിയൂ. യുദ്ധതന്ത്രങ്ങളും ദൈവത്തിലുള്ള ആശ്രയവും പൂർണ്ണമായും യോശുവ പ്രയോഗിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ യോശുവയ്ക്ക് വിജയം നേടാനായിട്ട് കഴിഞ്ഞു. അതേ സന്ദേശം തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. കാരണം യോശുവയുടെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. നമ്മളിപ്പോൾ പാടിയ പാട്ടിൽ അതായിരുന്നല്ലോ, മോശ മാറി യോശുവ മാറും, എന്നാൽ യേശുനാഥൻ ഒരിക്കലും മാറുകയില്ല. ആ യേശുവാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആ ധനത്തിലേക്കുള്ള ആ പ്രവേശനം നമുക്ക് നേടിത്തന്നിട്ട് അവൻ്റെ സമ്പത്ത് നമ്മുടേതാക്കി തീർക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിലാണ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. നമ്മ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പദവികളും എല്ലാ സ്ഥാനങ്ങളും ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നുള്ള കാര്യം നാം മറക്കരുത്. ആ ക്രിസ്തുവിനെ നാം എത്രമാത്രം അവകാശമാക്കുന്നുവോ, കൈവശമാക്കുന്നുവോ, അതനുസരിച്ചായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിജയം. യോശുവയുടെ പുസ്തകത്തിൽ കൂടെ നാം പഠിച്ച വലിയ പാഠങ്ങൾ അതാണ്. ഞാൻ പറഞ്ഞല്ലോ, എഫെസ്യ ലേഖനവും എബ്രായ ലേഖനവും കൂടി ചേർത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ മാധുര്യം നമുക്ക് മനസ്സിലാകുന്നു. ആ പോരാട്ടത്തിനുള്ള എല്ലാ ആയുധങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആത്മീയ പോരാട്ടത്തിന്. അത് നാം എത്രമാത്രം ഉപയോഗിക്കുന്നോ, അതിൽ ഞാൻ പറയുണ്ടായി, ആത്മാവിൻ്റെ വാൾ, വചനമെന്ന ആത്മാവിൻ്റെ വാൾ എന്തുമാത്രം നാം ഉപയോഗിക്കുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് വിജയം. ദൈവത്തിൻ്റെ പാത എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പാതയാണ്. ഇംഗ്ലീഷിൽ മനോഹരമായൊരു പാട്ടുണ്ട്, ട്രസ്റ്റ് ആൻഡ് ഒബേ
For there is no other way to be happy with Jesus but to trust and obey. വിശ്വാസത്താലും അനുസരണത്താലും കൂടെ അല്ലാതെ ദൈവത്തിൽ നിന്നുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും അത് തന്നെയാണ്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫലം കഴിക്കാനായിട്ട് കഴിയുള്ളൂ. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾക്ക് വലിയ വിജയം നൽകി. അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിച്ചു. അവർക്ക് ദേശങ്ങൾ അവകാശമാക്കി കൊടുത്തു. ഇനി ചെയ്യേണ്ട കാര്യങ്ങളും അവർ ചെയ്യേണ്ടത് ഇനി, കാരണം പൂർണ്ണമായും അവരുടെ ശത്രുക്കളെ അവർക്ക് നീക്കിക്കളയാൻ കഴിഞ്ഞില്ലേ. അത് നീക്കിക്കളഞ്ഞില്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള വലിയ മുന്നറിയിപ്പും യോശുവ അവർക്ക് കൊടുത്തു. അവിടെയൊക്കെ യോശുവ അവരോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ അവന് കീഴ്പ്പെട്ടു കൊടുത്താൽ മാത്രം മതി, അവനെ പൂർണ്ണമായി അനുസരിച്ചാൽ മാത്രമാണ്. താൻ ഇസ്രായേൽ മക്കളുടെ ദൈവം മാത്രമല്ല, നമുക്കറിയാം അത് വാഗ്ദത്തത്തിൻ്റെ ദൈവമായിരുന്നു. ഉടമ്പടിയിൽ കൂടെ താൻ ഇസ്രായേൽ ജനത്തെ നേടിയെടുത്ത് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു കൊടുത്തു. നാം കഴിഞ്ഞ ആഴ്ച അത് പഠിക്കുകയുണ്ടായി. താൻ പറഞ്ഞ, താൻ വാഗ്ദത്തം ചെയ്ത ഒരു കാര്യവും താൻ വിട്ടുകളഞ്ഞില്ല, അതെല്ലാം നിവർത്തിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വിശ്വസ്തത അത്രമാത്രം വലുതായിരുന്നു. എന്നാൽ നിങ്ങൾ ദൈവത്തിനോട് എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു, അതായിരുന്നു ഇസ്രായേൽ മക്കളോട് യോശുവ അവസാനം ചോദിച്ചത്. നിങ്ങൾ ആരെ സേവിക്കും, അത് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളു. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ പാലിക്കുന്നവനായ ദൈവമാണ്. തൻ്റെ പിതാക്കന്മാരോട്, ഇസ്രായേലിൻ്റെ പിതാക്കന്മാരോട്, അല്ലെങ്കിൽ തൻ്റെ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയാണ് 400 വർഷത്തിന് ശേഷം അത് നിർവഹിച്ചു കൊടുത്തത്. എത്ര കാലം കഴിഞ്ഞാലും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ സമയത്ത് അത് നിർവഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മോടുള്ള ബന്ധത്തിലും അത് തന്നെയാണ് ശരി. നമ്മളെ കറയും ചുളുക്കവും ഇല്ലാതെ തേജസ്സോടെ മുന്നേറുന്നതിന് വേണ്ടിയാണ് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് നമുക്കറിയാം. ആ കർത്താവിനോട് ചേർന്നാണ് നാം പോരാടുന്നത്. അവനാണ് നമ്മുടെ യോശുവ, അവനാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. എന്നാൽ നമ്മളിൽ നിന്ന് അവൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ അനുസരണം മാത്രമാണ്. ദൈവത്തിന് ഇസ്രായേൽ ജനത്തോട് നീരസത തോന്നിയത് അവരുടെ അനുസരണക്കേട് മൂലമാണ്. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരായിരുന്നു. 95 സങ്കീർത്തനം നാം അത് വായിക്കുന്നുണ്ട്. പിന്നീട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം മുന്നറിയിപ്പായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അതാണല്ലോ നാം അത് ആദ്യമേ വായിച്ചത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രഡക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ മുന്നറിയിക്കുന്ന പുസ്തകങ്ങളൊക്കെയും നമ്മുടെ മുന്നറിയിപ്പായിട്ട് നമുക്ക് ശരിക്കും വരാൻ പോകുന്ന സംഭവങ്ങളെ മുന്നറിയിപ്പായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അതവർക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിരിക്കുന്നത് നമുക്ക് ബുദ്ധിയുപദേശത്തിനായിട്ട് എഴുതി തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ റോമാലേഖനം 14-ാം അധ്യായത്തിലും നാം ആ വാക്യം വായിക്കുന്നുണ്ടല്ലോ. അതും കൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പതിനഞ്ചാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ശ്രദ്ധിക്കണേ, മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മൾ ഈ പഠിച്ച യോശുവയുടെ പുസ്തകം എന്തിനു വേണ്ടിയാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്? നമ്മുടെ ഉപദേശത്തിനായിട്ട്, തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയോടും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഈ പ്രത്യാശയുടെ സ്ഥിരത നമ്മളിൽ നിലനിൽക്കണം. തെസ്സലോനിക്ക വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം അതായിരുന്നു. ആ ക്രിസ്തീയ ജീവിതത്തിലുണ്ടാകുന്ന സ്ഥിരത നമുക്ക് ഉത്ഭവിപ്പിക്കുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രത്യാശയാണ്.
അതുണ്ടാകേണ്ടതിനാണ് ഈ മുന്നെഴുതി തന്നിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും. പ്രിയമുള്ളവരെ, യോശുവയുടെ പുസ്തകം നാം പഠിച്ചു കഴിയുമ്പോൾ യോശുവയുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള കാര്യം നാം മറക്കരുത്. അവനാണ് നമ്മുടെയും യോശുവ. അവനാണ് നമ്മുടെ സേനാധിപതിയായിട്ട് മുമ്പിൽ പോകുന്നത്. നമ്മുടെ യുദ്ധങ്ങൾ ജയിച്ച് നമ്മളെ നയിക്കുന്നത് ഈ യോശുവയാണ്. യോശുവയുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ യോശുവമാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെയും നിങ്ങളെയും ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാടികൾ, കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. ഈ തലമുറയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരായി നമ്മളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പഠനം നമുക്ക് തുടർന്നും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുവാൻ, യോശുവയുടെ ദൈവം നമ്മുടെയും ദൈവമാണ്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അന്ത്യത്തോളം അവൻ നമ്മളെ കൈവിടാത്തവനാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇസ്രായേൽ മക്കൾ എത്രമാത്രം തെറ്റിപ്പോയോ അവരുടെ പാപങ്ങൾക്ക് തക്ക ശിക്ഷ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അത്രമാത്രം സ്നേഹിക്കുന്ന പിതാവായതുകൊണ്ടാണ് അവരുടെ പാപങ്ങൾക്ക് തക്ക ശിക്ഷ കൊടുത്ത്, അനുസരണക്കേടിന് ശിക്ഷ കൊടുത്ത് അവരെ വീണ്ടും മടക്കി കൊണ്ടുവരുന്നത്. കനാൻ ദേശത്ത് അവർക്ക് തുറന്നു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ ശത്രുക്കളെ പൂർണ്ണമായി നീക്കാൻ കഴിയാത്തതുകൊണ്ട് അത് അവർക്ക് കെണിയായി തീർന്നു. പിന്നീട് അവരെ പ്രവാസത്തിൽ അയക്കുന്ന ദൈവത്തിൻ്റെ പരിപാടികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കർത്താവിനെ പൂർണ്ണമായി പൂർണ്ണമായി അനുസരിക്കാം. ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും അത് ഒരുമിച്ച് പോകണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് വിശ്വാസവും അനുസരണവും. നമുക്ക് വിശ്വാസമുണ്ടെന്ന് നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് യാതൊരു വിലയുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് വലിയ പാഠമായി തീരുവാനും ക്രിസ്തുവിലുള്ള ആ റിച്ച്നെസ്, ആ സമ്പന്നത നമ്മൾ അനുഭവിപ്പാൻ, ഈ ലോകത്തിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ പഠനം ദൈവം ഇടയാക്കട്ടെ. തുറന്നുള്ള നാളുകളിലും ഈ വചനം നമ്മുടെ ഹൃദയങ്ങളോട് തുറന്ന് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. എൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ജ്യേഷ്ഠന്മാരായ സഹോദരന്മാരോടുള്ള നന്ദിയും കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.